സംവിധായകൻ രഞ്ജിത്ത് പിണറായി വിജയനും CPM ഒക്കെ ആയിട്ട് ഉടക്കിയത് കാരണമാണോ ഇത്തരത്തിലുള്ളൊരു കേസെടുക്കൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയൊന്നും ആകാനൊരു സാധ്യതയില്ല. കാരണം പിണറായി വിജയനോടൊന്നും ഉടക്കാൻ മാത്രമുള്ള ബലമൊന്നും യഥാർത്ഥത്തിൽ രഞ്ജിത്തിന് ഒരു കാലത്തും ഉണ്ടാകാൻ സാധ്യതയില്ല. രഞ്ജിത്ത് അങ്ങനെ ഉടക്കിയിട്ടൊന്നും പോകുന്ന ഒരാളുമല്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്തിനെതിരെ ഒന്നല്ല രണ്ടല്ല പല വിധത്തിലുള്ള പരാതികളായി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ഇനി ഞങ്ങൾ പാർട്ടി സംരക്ഷിക്കില്ല എന്ന് പറയുന്നൊരു നിലപാടെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പോലീസിനോട് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാൻ പറയുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്തത്, പാർട്ടി ആക്ഷൻ എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് രഞ്ജിത്തിന് ഇത് അറിയാൻ പോലും പാടില്ല. സാധാരണ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോർന്ന് കിട്ടേണ്ടതാണ്. രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് ഓടേണ്ടതാണ്. അപ്പോൾ അതൊന്നും ഇനിയുള്ള കാലത്ത് അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യേണ്ട എന്നാണ് പാർട്ടി വിചാരിച്ചേക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് PT കുഞ്ഞുമുഹമ്മദിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു വൈകൽ ഉണ്ടായതുകൊണ്ട് പാർട്ടിക്കൊരു ചെറിയ ചീത്തപ്പേരുണ്ടായി. അതായത് രഞ്ജിത്ത് ഇവിടെ ഒരു ബലിമൃഗമായി മാറിയിരിക്കുകയാണ്. രഞ്ജിത്ത് ബലിമൃഗമൊന്നുമല്ല, രഞ്ജിത്ത് യഥാർത്ഥത്തിലുള്ളൊരു മൃഗമാണ്. ഇപ്പം ബലി കൊടുക്കാൻ എന്താണ് പാർട്ടി, അതായത് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരുന്ന ചില പ്രതിച്ഛായകൾ, പ്രത്യേകിച്ചും PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് പറയുന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അതേപോലെ ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. വിഷയമല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ഉയരുന്നുണ്ടല്ലോ, പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടല്ലോ. പ്രതിപക്ഷം ഉയർത്തിക്കോട്ടെ. അപ്പൊ അത്തരത്തിലുള്ളൊരു പ്രതിച്ഛായ വീണ്ടെടുക്കാനാണോ രഞ്ജിത്ത് ബലിമൃഗമായിരിക്കുന്നത്? പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ബലിമൃഗമായിട്ട് രഞ്ജിത്തൊന്നുമില്ല. രഞ്ജിത്തിനെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടുണ്ട്. കാരണം രഞ്ജിത്തിനെതിരെ ആദ്യം വന്നിട്ടുള്ള ഒരു പരാതിയായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും. അതെന്ന് പറഞ്ഞ ഒരു ആണിൻ്റെ പരാതിയാണ്. ഓക്കെ, അത് ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ അവനോട് പുറകിൽ കൂടി വന്ന് റൂമിൽ കയറിക്കോ എന്നൊക്കെ പറയുകയും ആ റൂമിൽ നിർത്തി നേക്കഡായി ഫോട്ടോ എടുത്ത് വേറൊരു നടിക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം അതൊന്നും ഞാനിവിടെ വിശദമാക്കുന്നില്ല. അതിനുശേഷം കോടതി പറഞ്ഞിട്ടത് ക്ലാസിക്, ഇത് വളരെ ഫേക്ക് ആയിട്ട് എങ്ങനെ ഒരു കേസ് ഉണ്ടാക്കാം അതാണെന്നാണ് കോടതി ഫേക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കോടതിയുടെ കുഴപ്പം കൊണ്ടല്ലേ താങ്കൾ പറയാൻ സമ്മതിക്കും. എന്നാലേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കേരളത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും പീഡന കേസുകൾ വളരെ കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസിൽ എന്താണ് കോടതി പറഞ്ഞത്? കോടതി ശരിക്കും പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇനി അതിനേക്കാൾ മുമ്പ് ഗൗതത്തിന് ഓർമ്മയുണ്ടാവില്ല, 10-25 കൊല്ലം മുമ്പ് സൂര്യനെല്ലി എന്ന് പറയുന്നൊരു കേസുണ്ടായിരുന്നു. ആ സൂര്യനെല്ലി കേസിൽ ഈ ഒരു ജഡ്ജി നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട് ആ അതിജീവിതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇരയെക്കുറിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള പല പരാമർശങ്ങളൊക്കെ വരും. കാരണം ഇതൊരു പുരുഷ മേധാവിത്വ സമൂഹമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്കാണ് ഒരാണ് തന്നെ പരാതിയായിട്ട് ചെല്ലുന്നത്. അപ്പോൾ പിന്നെ ആ പരാതിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. പിന്നെ ആ പയ്യന് പറ്റിയിട്ടുള്ളൊരു അബദ്ധവും കൂടിയുണ്ട്. പയ്യൻ പരാതി പറയാൻ വേണ്ടി ഇടവേള ബാബുവിനെ വിളിക്കുകയും ഇടവേള ബാബു ആ ഫോട്ടോസ് ഒന്നും എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പയ്യനോട്. അപ്പം അത്തരത്തിലുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സിനിമയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, ഇതൊരു കെട്ടിച്ചമച്ച വ്യാജ അല്ല. അത് നേരത്തെ ബംഗാളി നടി പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ബംഗാളി നടി പറഞ്ഞപ്പോഴും എന്താണ്, ബംഗാളിൽ ഇദ്ദേഹത്തിനെതിരെ കുറേ ശത്രുക്കളുണ്ട്. അപ്പോൾ ബംഗാളിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകൾ, അതായത് എനിക്ക് തോന്നുന്നത് BJPയുടെ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഒക്കെ ആളുകളായിരിക്കും. അവരൊക്കെ വന്ന് ഈ ബംഗാളി നടിയോട് പറഞ്ഞിട്ട് പുള്ളിക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ളതാണ് പുള്ളി പറഞ്ഞേക്കട. ഇതുപോലെയൊക്കെയുള്ള വിദണ്ഡവാദങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൽ കുറേ പേർക്ക് രഞ്ജിത്തിനെ അറിയാവുന്നവർക്കും അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ സത്യം അറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നേക്കുന്ന ഈ പരാതി തന്നെയെന്ന് പറഞ്ഞാൽ 2 മാസം മുമ്പ് ഒരു പെൺകുട്ടിയെ കാരവലിലേക്ക് വിളിക്കുകയും അത് അവിടെ നിന്ന് അപ്പം തന്നെ എഴുന്നേറ്റ് ഓടുകയും ഓടിയതിന് ശേഷം തൊട്ടടുത്തുള്ള സഹപ്രവർത്തകരോട് ഈ കാര്യം പറയുകയും അതിനുശേഷം അവിടുത്തെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിൽ പരാതി കൊടുക്കുകയും പിന്നീട് ഞാൻ അറിയുന്നിടത്തോളം വെച്ച് കേരളത്തിലൊരു സംഘടനയിൽ പരാതി കൊടുക്കുകയും ആ സംഘടനയിൽ പരാതി കൊടുത്തപ്പോൾ ആ സംഘടന എന്ത് ചെയ്തു, ഇതൊന്ന് ഒത്തീർപ്പാക്കാം എന്ന് പറയുകയും ചെയ്തു. ഒത്തീർപ്പാക്കാതിട്ടാണ് ഇത് വന്നേക്കണം. അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും വന്നിട്ടില്ല എന്നാണ് ഫെഫ്കയുടെ B ഉണ്ണികൃഷ്ണനൊക്കെ പറയുന്നത്. ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി എത്തിയിട്ടില്ല. ഈ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ പരാതി കിട്ടി ബോധിച്ചിരിക്കുന്നു എന്ന് ഇവരാരെങ്കിലും എന്ത് ചെയ്യും, ഒപ്പിട്ട് കൊടുക്കും? അതൊന്നും നടക്കില്ലല്ലോ. അവര് ഫെഫ്കയുടെ ഒരാളാണല്ലോ പറയുന്നത്. എന്റെ പൊന്ന് ഗൗത, ഇതൊക്കെ പരാതി ലഭിച്ചിട്ടില്ല. നമ്മൾ കണ്ണുടച്ച് വേണമെങ്കിൽ ഇരുട്ടാക്കാം. ഇവിടെ സാന്ദ്ര എന്ന് പറയുന്ന ഒരു നിർമ്മാതാവുണ്ടല്ലോ, ആ നിർമ്മാതാവ് ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഓഫീസിൽ ചെന്നൊരു മീറ്റിങ്ങിൽ ഇരുന്നപ്പോഴുള്ള ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു ഓർമ്മയുണ്ട? അതായത് അവർ നിർമ്മാതാവാണ്, വലിയ സമ്പന്നയുള്ള സ്ത്രീയാണ്. അവർ യഥാർത്ഥത്തിൽ ഒരു നിർമ്മാതാക്കളുടെ സംഘടനയിൽ ചെന്ന് ഇരുന്നപ്പോൾ
ഈ പറയുന്ന പോലെ എന്ത് ചെയ്യല്ലേ, മറ്റേ ടോപ്പിൻ്റെ ഹുക്ക് ഇടാതിരിക്കല്ലേ, ഞങ്ങളുടെ ശ്രദ്ധ മാറും എന്ന് പറയുന്ന പോലെയുള്ള പല കമൻറ്റുകളും ഉണ്ടായതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രംഗമാണ് ഈ സിനിമാ രംഗം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കണ്ണുടച്ചെങ്കിൽ ഇട്ടാക്കാം, സിനിമയിലൊന്നും അങ്ങനെ ഇല്ലെന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ രഞ്ജിത്തിൻ്റെയൊക്കെ ക്യാരക്ടറൊക്കെ പല ആളുകൾക്കും അറിയാം. അദ്ദേഹത്തിന് പലരുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ആ സൗഹൃദ ബന്ധത്തിൽ മറ്റു പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഈ പറയുന്ന ഞാൻ മറ്റേ ആറാം തമ്പുരാനാണ് സിനിമയിലെന്നൊക്കെ വിചാരിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ ഇല്ലേ മറ്റേ TNI എന്ന് പറയുന്ന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ മറ്റേ യൂട്യൂബ് വീഡിയോയിൽ ഇരുന്ന് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാം. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. പിന്നെ ഇതിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ കേസെടുത്തു എന്നുള്ളത് കൂടി വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കേസെടുത്തു എന്നുള്ളതിൽ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, ഗൗതം അറിയേണ്ടത് മിക്കവാറും ഒന്ന് ഗവൺമെൻറ് പ്രതിച്ഛായയെ സംബന്ധിച്ച് ഇത് എന്ത് ചെയ്യണ്ട, ഇനി ഇവരെ ഒന്ന് സംരക്ഷിച്ച് വെറുതെ തലവേദന പിടിക്കണ്ട, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ്റെ ടൈമാണ് എന്നുള്ളത് ഗവൺമെൻറ് കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനിയും ചില പരാതികൾ ഇതുപോലെ തന്നെ പൊങ്ങി വരാനുണ്ട്. അത് ചിലപ്പോൾ മറ്റു പല നേതാക്കന്മാർക്കും എതിരായിട്ടുള്ള, അല്ലെങ്കിൽ നേതാക്കന്മാരോ യൂത്തന്മാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള നേതാക്കന്മാർക്കെതിരെയുള്ള പരാതികളായിരിക്കും. അപ്പോൾ ആ പരാതികൾ കൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ കൂടി ഗവൺമെൻറ് ചിലപ്പോൾ നേരിടേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തേക്കാം, ഇതിൽ കൃത്യമായിട്ട് നടപടി എടുത്തേക്കാം. രഞ്ജിത്തിനെ ഫിനിഷ് ചെയ്തേക്കാന്നല്ല, രഞ്ജിത്തിനതിൽ തെറ്റുണ്ട്. അതുകൊണ്ട് രഞ്ജിത്ത് ഏതാണ്ട് ബലിമൃഗമാണ്, സ്കേപ്പ് ഗോട്ടാണ് എന്നൊക്കെ ഗൗതം പറഞ്ഞു കളയരുത്. ഇതിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടുള്ള ഒരു മാത്രം നടപടിയാണ്. അപ്പോൾ അതായത് രഞ്ജിത്ത് ചെയ്തിട്ടില്ലെന്നാ? അല്ല, ചെയ്തിട്ടില്ല എന്നല്ല, പിന്നെ അതിന്റെ ഉള്ളിലൊരു ഇതുണ്ടല്ലോ, ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള, അല്ല തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, പിന്നെ മറ്റേ നടപടി എടുക്കാതിരിക്കണം. അല്ല, ഒരു പെൺകുട്ടി ഒന്ന് പരാതി എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, പിന്നെ നടപടി എടുക്കാതിരിക്കണം. അതൊക്കെ ഉണ്ടാവും. ഗവൺമെന്റ് നടപടി എടുക്കുമ്പോൾ ചില പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ എന്തുകൊണ്ട് പെട്ടെന്ന് നടപടി എടുത്തില്ല? അല്ല, PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ നടപടി എടുത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പരാതി കിട്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നടപടി എടുത്തത്, കുറച്ച് സ്ലോവിലാണ് നടപടി എടുത്തത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഗൗതം അറിയേണ്ടത് PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ കേരളത്തിൽ ഏത് വനിത കൊണ്ട് പരാതി കൊടുത്താലും ആ പരാതിന്മേൽ ഒരു 2 ആഴ്ചയെങ്കിലും അടയിരുന്നിട്ടാണ് പോലീസ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, നടപടി എടുക്കാറുള്ളത്. PT കുഞ്ഞുമുഹമ്മദ് ആയതുകൊണ്ട് അത് കുറച്ചുകൂടി വിഷയമായി, വാർത്തയായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തുകൊണ്ടാണ് വേഗത്തിൽ നടപടി എടുത്തത്, എന്തുകൊണ്ടാണ് രഞ്ജിത്തിനെ പോലുള്ള ആളെ റോട്ടിൽ വെച്ച് നിർത്തി അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൻ്റേതായ ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടാവും. ആ ഉദ്ദേശങ്ങൾക്കും അപ്പുറത്ത് ഇനി വരാനിരിക്കുന്ന ചില കേസുകൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 വന്ന കേസുകളിൽ ഇദ്ദേഹം അറസ്റ്റ് ഉണ്ടായില്ല, അദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായത്. നിലവിൽ ഇപ്പം അദ്ദേഹം കൃത്യമായിട്ട് രഞ്ജിത്തിനെ, ഈ മാടമ്പിയായിട്ടുള്ള രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യം ജനങ്ങൾക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം, കമാലുദ്ദീൻ അല്ലെങ്കിൽ കമൽ എന്ന് പറയുന്ന സംവിധായകൻ ഇതുപോലെ തന്നെ CPM എടുത്ത് തോളത്ത് വെക്കുകയും, ഒരു നല്ല സംവിധായകരൊക്കെയാണ്. ഇപ്പോൾ മഴയത്ത് മുമ്പേ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. രഞ്ജിത്തിൻ്റെ ഇന്ത്യൻ റുപ്പി വളരെ ഇഷ്ടപ്പെട്ടതാണ്. സ്പിരിറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഗംഭീരമായ സ്ക്രിപ്റ്റ് എഴുതാൻ കഴിയുന്ന ഒരാളാണ്. ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെയൊന്നും എടുത്ത് തോളത്ത് വെക്കേണ്ട ഒരു ആവശ്യം CPM-നില്ല. കമലിനെതിരെ ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. അന്നേരം കമൽ മാധ്യമത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്ന, ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള ഇതിൽ പറയുന്നത്, അത് ഞാൻ സെറ്റിൽ ചെയ്തു എന്നാണ്. അതായത് ഇവരൊരു നടിക്ക് വേഷം വാഗ്ദാനം ചെയ്യുകയും അതിനെ പീഡിപ്പിക്കുകയും അത് ഗവൺമെൻറ് തന്നെ കൊടുത്തേക്കുന്ന ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത പരാതി ഉണ്ടായതാണ്. അപ്പം അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ രഞ്ജിത്തിൻ്റെ കാര്യത്തിലും അത്തരത്തിൽ പല കാര്യങ്ങളും വന്നിരുന്നു. അതിലൊരു പരിധിയുണ്ടല്ലോ. ഇതിപ്പോൾ പല കാര്യങ്ങളിലും ചിലപ്പോൾ കുറച്ചുകൂടി ഒരു സാവകാശം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിന് ഇനിയും അങ്ങനെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തോ സർക്കാർ? വേണ്ട രീതിയിൽ അതിനെ കണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇവർ അവൾക്കൊപ്പമാണോ? കേട്ടില്ല. അവൾക്കൊപ്പമാണോ? അപ്പോൾ കേരളം മൊത്തം അവൾക്കൊപ്പമല്ല. നാളെ മറ്റേ UDF വന്ന നടപടി എടുക്കും. പ്രതിപക്ഷ പാർട്ടികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. ആരുമില്ലല്ലോ. അല്ല, ആരും നടപടി എടുക്കൂല. അല്ല, എന്തുകൊണ്ട് യാഥാർത്ഥ്യമായിട്ട് പറ. ഞാൻ ചോദിച്ചത് ഈ സർക്കാരിന്റെ കാര്യം, ഈ സർക്കാരിന്റെ കാലത്തല്ല, ഈ സർക്കാരിന്റെ കാലത്തല്ല, ഏത് സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ എന്ത് ചെയ്തിട്ടില്ല. ഒരു കാര്യം ഈ സ്ത്രീ പീഡകർക്കെതിരെ ഒന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല. ഹേമ കമ്മിറ്റിയിൽ എന്താ പറ്റിയ സർക്കാർ? ഏതാ ഹേമ കമ്മിറ്റിയിൽ ഗവൺമെന്റ് ചെയ്യാനുള്ളത് ചെയ്തു എന്ന് വേണമെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞേക്കാം. കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു 6 പേരടങ്ങുന്ന IPS IAS ഒക്കെ അടങ്ങുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഈ ഇരകളെ എല്ലാവരെയും തന്നെ വിളിക്കാൻ തീരുമാനിക്കുകയും ആ ഇരകളോട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ എഴുതി മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു. പക്ഷെ അത് ആരും തയ്യാറല്ല.
സർക്കാർ ചെയ്യാതിരുന്നത് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നടപടിയെടുക്കാൻ വേണ്ടി പരാതിയുള്ളവർക്ക് വന്ന് പറയാമെന്ന് പറഞ്ഞൊരു കാര്യമല്ല. ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതിൻ്റെ പുറത്ത് പരാതികളൊന്നും എടുക്കില്ല. പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ള വസ്തുതകൾ പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ആളുകൾ വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പരാജയപ്പെട്ടത് എവിടെയാണ് നടപടി എടുക്കുന്നതിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും? അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്നല്ല, ഈ കേരളത്തിൽ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ പരാജയപ്പെട്ടിട്ടുള്ള ഒരൊറ്റ കാര്യമാണ്, ഒരു സ്ത്രീ പീഡന പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ അവഹേളിക്കാനും അവരെ ഈ പറഞ്ഞാൽ അപമാനിക്കാനും ശ്രമിക്കുന്ന കുറേ യൂട്യൂബേഴ്സും കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇവിടെ നിന്ന് അവരുടെ ചീത്ത വിളിക്കുമെന്നല്ലാതെ ഒരു സ്ത്രീക്കും ഇവിടെ നീതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഈ സൂര്യനെല്ലി മുതൽ ഇങ്ങോട്ടുള്ള പീഡന പരാതികളെല്ലാം എടുത്തു വെച്ചാൽ ഒരേ ഒരാളെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് റോബിനച്ചൻ എന്ന് പറയുന്ന ഒരാളാണ്. അത് ശിക്ഷിക്കപ്പെട്ടത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാതിരുന്നുകൊണ്ട് മാത്രമാണ്. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാതിരുന്നുകൊണ്ട് അതിൻ്റെ ഈ പറഞ്ഞ കുട്ടിയുടെ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്താണ്, പെട്ടുപോയതാണ്, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് മാത്രം പെട്ടുപോയതാണ്, അല്ലാതെ ഒരാളും ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ നടൻ ദിലീപ് ജയിലിൽ കിടന്നു കുറച്ചു കാലം, അതുപോലെ ബാക്കിയുള്ളവരെങ്കിലും ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നത് ഞാൻ വിചാരിക്കുന്നത് പിണറായി സർക്കാരും LDF ഒക്കെ ഭരിക്കുന്നതുകൊണ്ടാണ്. മറ്റാരെങ്കിലുമൊക്കെ ഭരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അതുപോലും സംഭവിക്കില്ലായിരുന്നു. അത്രേ ഉള്ളൂ കാര്യം.